ഹലോ ഡിയേഴ്സ് മക്കളെ, റിമ മിസ് ആണ്. അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരുന്നു എന്ത്? മെഡീവൽ ഇന്ത്യ സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആളുകളെ എങ്ങനെയാ സമൂഹത്തിൽ എങ്ങനെയാ കാറ്റഗറൈസ് ചെയ്യുന്ന അറിയോ? അതായത് ഉയർന്ന ഹയർ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ, ലോ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ, ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്യുന്നുണ്ട് അറിയോ? കാസ്റ്റ്, ജാതി ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ, തൊഴിൽ, ജനങ്ങളുടെ തൊഴിൽ ബേസ് ചെയ്തുകൊണ്ട്, ദെൻ വെൽത്ത്, അവരുടെ കയ്യിൽ പണമുണ്ടോ, അങ്ങനെ ഇതിനെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് സമൂഹത്തിലെ ആളുകളെ തരംതിരിക്കുന്നത്. ഓക്കെ, ഈ ഹയർ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള ആൾക്കാർ ഏതാണ്, താഴ്ന്ന പദവിയിലുള്ള ആൾക്കാർ ഏതാണ്, ഇതൊക്കെ നോക്കുന്നത് കാസ്റ്റ്, ഒക്യുപ്പേഷൻ, വെൽത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കിക്കോ, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഒക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. നമ്മളിപ്പോൾ പറഞ്ഞെന്താണ്? ജാതിയുടെയും നമ്മുടെ കയ്യിലുള്ള വെൽത്ത്, ത്തിൻ്റെയും പിന്നെ ഒക്യുപ്പേഷൻ, ജോലിയുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് ആളുകളെ തമ്മിൽ വേർതിരിക്കുന്നത്. നോക്കിക്കോ, ഈ രാജാക്കന്മാരിലെ കിങ്സ്, ലോർഡ്സ്, ഓഫീസേഴ്സ്, ഇവരൊക്കെയാണ് എന്ത് സമൂഹത്തിന്റെ ഉന്നത പദവിയിൽ, അതായത് ഹയർ സോഷ്യൽ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണ് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഓഫീസർ ഉദ്യോഗസ്ഥന്മാരൊക്കെ. ഓക്കെ, താഴ്ന്ന പദവിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് ഈ കർഷകരൊക്കെ അല്ലേ, കർഷകർ, ഈ കൈത്തൊഴിലാളികൾ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ഈ താഴ്ന്ന പദവിയിൽ, സമൂഹത്തിന്റെ താഴ്ന്ന സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ. ദോസ് ഹൂ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ് ദ ലോവർ സോഷ്യൽ സ്റ്റാറ്റ. സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ത് അവിടുത്തെ എന്ത് ഫാർമേഴ്സും പിന്നെ ഏത് മക്കളെ ഹാൻഡിക്രാഫ്റ്റ് ഇല്ലേ, കൈത്തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാസ്റ്റ്, ഒരുപാട് ജാതി ഉണ്ടായിരുന്നു അല്ലെ. എല്ലാ കാസ്റ്റിനും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽ. ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്താണ് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ന് മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ, അതായത് മെഡീവൽ ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് എന്താണ് ഈ ബാലിക വിവാഹമൊക്കെ അല്ലേ, അതായത് ശൈശവ വിവാഹം, ദെൻ സതി എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ഭർത്താവ് മരിച്ചാൽ എന്താ, ഭർത്താവിന്റെ ചിതയിൽ ഭാര്യയും ചാടി മരിക്കണമായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് മെഡീവൽ ഇന്ത്യയിൽ എന്താണ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? സതി ഉണ്ടായിരുന്നു, ചൈൽഡ് മാരേജ്, ഇതൊക്കെ എന്താണ് പ്രിവെയിൽഡ് ആയിരുന്നു അല്ലെ, നിലനിന്നിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത് ഇവൾസ് കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവെയിൽഡ്. അന്നത്തെ കാലത്ത് സതിയും ചൈൽഡ് മാരേജ് എന്താ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു മക്കളെ മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.